സിപിഐഎമ്മിലെ നടപടിയിൽ വിശദീകരണവുമായി ജില്ലാ കമ്മിറ്റി. പുൽപ്പള്ളിയിലെ സംഘടനാ നടപടിക്ക് ജില്ലാ സമ്മേളനവുമായി ബന്ധമില്ല. AV ജയനും 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളും നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനം. ഔദ്യോഗിക നേതൃത്വം വിളിച്ച യോഗത്തിൽ പങ്കാളിത്തം കുറഞ്ഞതിന് പിന്നാലെയാണ് വീണ്ടും ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കിയത്. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, ഇതിൽ എന്താണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ ഒരു വിശദീകരണമായി വന്നിരിക്കുന്നത്? നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ജില്ലാ കമ്മിറ്റി നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇന്ന് കേണിച്ചിറയിൽ ഒരു ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. ആ ശില്പശാലയിൽ 4 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോട്, അതായത് ഈ പുൽപ്പള്ളി ഏരിയയിലെ പൂതാടി അടക്കമുള്ള 4 ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളോടെല്ലാം പങ്കെടുക്കാൻ നിർദ്ദേശമാണ്. പക്ഷേ 180ഓളം അംഗങ്ങൾ വരുന്നതിൽ വെറും 50-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഈ ഒരു യോഗത്തിനെത്തിയത്. ഇതിൽ AV ജയനെ, ഈ പുൽപ്പള്ളിയിൽ സംഘടനാ നടപടി നേരിട്ട AV ജയനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊന്നും ഇതിനെത്തിയില്ല. ഇതിന് പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റി നേരത്തെ ഇറക്കിയ നടപടിയെയും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രസ്താവന ഇറക്കിയത്. അതിൽ AV ജയൻ നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനമാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റ് 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളും AV ജയനെ പിന്തുണയ്ക്കുന്ന 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും നടപടി, അതായത് അവർ മാധ്യമങ്ങളോട് മുന്നിൽ പാർട്ടിയെ പരിഹസിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവമതിക്കുന്ന തരത്തിൽ പ്രസ്താവന തരത്തിൽ സംഘടനാ വിരുദ്ധമാണ് എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, വീണ്ടും ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടല്ല ഈ പുൽപ്പള്ളിയിലെ ഏരിയ സംഘടനാ നടപടി എന്നൊരു കാര്യവും വീണ്ടും ഈ പ്രസ്താവനയുടെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഏരിയ കമ്മിറ്റി തലത്തിൽ ഉണ്ടായൊരു പരാതിയാണ്. അത് ജില്ലാ സമ്മേളനം അല്ലെങ്കിൽ സമ്മേളനം നടക്കുന്ന സമയത്ത് പാർട്ടി പരിഗണിക്കാറില്ല. ശേഷം ജില്ലാ സമ്മേളനത്തിന് ശേഷമാണ് പാർട്ടി പരാതി പരിഗണിക്കുകയും തുടർന്നാണ് ഈ നടപടിയിലേക്ക് നീങ്ങി എന്ന കാര്യം വീണ്ടും CPM ജില്ലാ കമ്മിറ്റി വിശദീകരിക്കുന്നത്. ഇത് പ്രധാനമായും CPM-ൽ കഴിഞ്ഞ കാലങ്ങളായി ജില്ലാ സമ്മേളനത്തിന് ശേഷം ഉടലെടുത്ത കെ റഫീഖും കഴിഞ്ഞ ജില്ലാ സെക്രട്ടറിയും തമ്മിലുള്ള വലിയ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ ചെറിയ രീതിയിൽ കടുത്ത സംഘടനാ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതിന് പിന്നാലെയാണ് വീണ്ടും ആ ഒരു പ്രശ്നം ഈ പുൽപ്പള്ളിയിലേക്ക് എത്തിയത്. ആ പുൽപ്പള്ളിയിലാണ് ഈ ഗഗാറിൻ പക്ഷേ നേരത്തെ ജില്ലാ സെക്രട്ടറി എന്ന ഗഗാറിന്റെ അനുയായി അല്ലെങ്കിൽ ഗഗാറിൻ പക്ഷത്തുണ്ടായിരുന്ന AV ജയനെ നടപടിയെടുക്കുകയും പാർട്ടി ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. ആ നടപടിയാണ് വീണ്ടും പാർട്ടി വിശദീകരിക്കുന്നത്. അതിന് പ്രധാനമായി ഇന്ന് കേണിച്ചിറയിൽ നടന്ന യോഗത്തിൽ 4 ലോക്കൽ കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും എത്തിയില്ല എന്നുള്ളതാണ് വീണ്ടും ഈ നടപടി ഓർമ്മിപ്പിക്കാൻ കാരണം. അതേസമയം തന്നെ കടുത്ത നടപടിയിലേക്ക് പാർട്ടി പോയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ജീവകാരുണ്യ പ്രവർത്തനം സ്വരൂപിച്ച തുക പാർട്ടിയുടെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ചിലവഴിച്ചതിനാണ് ഇത്തരത്തിലൊരു നടപടി AV ജയൻ നേരിട്ടത്. അതേസമയം തന്നെ അത് പാർട്ടിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തതെന്നും പാർട്ടി ലോക്കൽ കമ്മിറ്റി അടക്കം യോഗം ചേർന്നാണ് തീരുമാനമെടുത്തുന്ന കാര്യമെല്ലാം AV ജയൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരത്തിൽ പാർട്ടി നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു. അത് സംസ്ഥാന നേതാക്കളെ അടക്കം അറിയിച്ച കാര്യവും ഇത് പറയുന്നുണ്ട്. എന്തായാലും ഈ നടപടി അല്ലെങ്കിൽ സംഘടനാ പ്രശ്നം CPM-ൽ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന സാഹചര്യത്തിൽ പൂതാടി അടക്കം, കെണിച്ചിറ അടക്കം, പുൽപ്പള്ളി അടക്കമുള്ള മേഖലയെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു നിലപാട്. എന്തായാലും AV ജയനെതിരെ നടപടി കടുപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്ക് അടക്കം പാർട്ടി നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിൽ വയനാട്ടിലെ CPM-നെ പ്രതിസന്ധിയിലാക്കുകയാണ് പുൽപ്പള്ളിയിലെ നടപടി. സ്വാതി. ശരി ആഷിഖ്, വയനാട് CPIM-ലെ നടപടിയിലാണ് വിശദീകരണവുമായി ജില്ലാ കമ്മിറ്റി വീണ്ടും രംഗത്തെത്തിയത്. പുൽപ്പള്ളിയിലെ സംഘടനാ നടപടിക്ക് ജില്ലാ സമ്മേളനവുമായി ബന്ധമില്ല എന്നാണ് ഇന്ന് ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്.